ഈ മാസത്തെ ക്ഷേമനിധി പെൻഷൻ വിതരണം മറ്റന്നാൾ മുതൽ ആരംഭിക്കും. ഇതിനായി 841 കോടി രൂപ അനുവദിച്ചുവെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. KR സാജു വിവരങ്ങളുമായി ചേരുന്നു. സാജു, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പെൻഷൻ വിതരണം നടക്കുന്നു എന്നൊരു ആക്ഷേപം പ്രതിപക്ഷത്തിനുണ്ട്. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ കൊടുത്തു തീർക്കാനാണോ തീരുമാനം? ഇപ്പോൾ കൊടുക്കുന്നത് ഈ മാസത്തെ ക്ഷേമ പെൻഷനാണ്. കഴിഞ്ഞ ഈ സാമ്പത്തിക വർഷം മുതൽ അതാത് മാസത്തെ ക്ഷേമ പെൻഷൻ അതാത് മാസം കൊടുത്തു പോവുകയും കുടിശ്ശിക ഇടയ്ക്ക് കൊടുത്തു തീർക്കുകയും ചെയ്യുക എന്ന രീതിയാണുള്ളത്. ഇപ്പോൾ സെപ്റ്റംബറിലെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകളാണ് ഈ മാസം 25-ാം തീയതി മുതൽ വിതരണം ആരംഭിക്കുന്നത്. ഇതിനായി 841 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. 62 ലക്ഷത്തോളം പേർക്കാണ് 1600 രൂപ വീതം ലഭിക്കുന്നത്. 26.62 ലക്ഷം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലായി തുകയെത്തും. മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലെത്തി പെൻഷൻ കൈമാറുന്ന രീതിയാണുള്ളത്. 8,46,000 പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്ര വിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത്. ഇതിനാവശ്യമായി 24 കോടി രൂപയും സംസ്ഥാനം മുൻകൂറായി നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ക്ഷേമ പെൻഷന്റെ ഈ മാസത്തെ ഗഡു നൽകുന്നത്. ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. ഇതിനായി സർക്കാർ മുൻകൂറായി പണം നൽകുകയാണ്. അതിന്റെ പണം നീക്കിവെച്ചുകൊണ്ടാണ് പെൻഷൻ വിതരണം ഈ മാസം തന്നെ നടത്താനുള്ള തീരുമാനം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇനി പെൻഷൻ കുടിശ്ശിക ഉള്ളത് ഏതാണ്ട് 2 മാസത്തെ കുടിശ്ശിക മാത്രമാണ് ഇപ്പോൾ ബാക്കി നിൽക്കുന്നത്. ശരി.